ഹായ് ഫ്രണ്ട്സ്, ജോമെട്രി പ്രോഗ്രഷൻ അഥവാ സമഗുണിത ശ്രേണിയിലെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 10, 30, 90 എന്ന സമഗുണിത ശ്രേണിയുടെ 8ാം പദം എത്രയാണ് എന്നാണ് ഇവിടെ ചോദിച്ചത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സമഗുണിത ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ 8ാമത് വരുന്ന പദത്തിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, എട്ടാമത്തെ പദത്തിന്റെ വാല്യൂ. ഇതിപ്പോ 1ാമത്തെ പദത്തിന്റെ വാല്യൂ എത്രയാ? 10 അല്ലേ. 2ാമത്തെ പദത്തിന്റെ വാല്യൂ എത്രയാ? 30 അല്ലേ. നമ്മളത് എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? A1, A2, A3 ഇങ്ങനെയാ പോകുന്നത് അല്ലെ. A1 അല്ലെങ്കിൽ A എന്ന് എടുക്കാം. ഓക്കെ, ആദ്യ പദത്തിന് അങ്ങനെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല ഇതാണ്. ഇപ്പൊ ഒരു സമഗുണിത ശ്രേണിയുടെ n-ാം പദം കാണാൻ പറഞ്ഞാൽ, n എന്ന് പറയുന്നത് ഏത് നമ്പർ വേണേലും ആവാം കേട്ടോ. അപ്പൊ n-ാം പദം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എന്താണ്? A into R raised to n-1. A എന്ന് പറയുമ്പോൾ ആദ്യ പദം, R എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുഗുണിതമാണ് അല്ലെ, കോമൺ റേഷ്യോ ആണ്. പിന്നെ n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അത് തന്നെയാണ് n. ഇപ്പം 10ാമത്തെ പദമാണെങ്കിൽ n 10 ആവും. 12ാമത്തെ പദമാണ് ചോദിക്കണമെങ്കിൽ n 12 ആവും. 20ാമത്തെ പദമാണ് ചോദിക്കണമെങ്കിൽ n 20 ആവും. ഓക്കെ അല്ലേ. -1 അതിന്റെ കൂട്ടത്തിൽ ഇട്ടോണം. അപ്പൊ A into R raised to n-1 ആണ് n-ാം പദം കാണാനുള്ള സമഗുണിത ശ്രേണിയിൽ. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ആ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ 8ാം പദമാണ് നമുക്ക് വേണ്ടത് അല്ലെ. 8ാം പദം എന്ന് പറയുമ്പോൾ തന്നെ n-ന്റെ വാല്യൂ എന്തായി? 8 ആയി. ഇനി ആദ്യ പദമല്ലേ A എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സമഗുണിത ശ്രേണിയിൽ ആദ്യ പദം ഏതാണ്? 10 ആണ്. അപ്പൊ A 10 ആണ്. n കിട്ടി, A കിട്ടി. ഇനി ആരെ കിട്ടാനുള്ള? 6 കിട്ടാണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 6 കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? സമഗുണിത ശ്രേണിയാണ്. അപ്പൊ 6 കാണാൻ പറഞ്ഞാൽ A2 by A1 എടുക്കണം. A2 by A1. A2 എന്ന് പറയുമ്പോൾ 30 by A1 എന്ന് പറയുമ്പോൾ 10. എത്ര കിട്ടും? 0 കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി 3. അല്ലെങ്കിൽ 10 into 3 ആണ് 30. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ n കിട്ടി, A കിട്ടി, 6 കിട്ടി. ഇനി നമ്മുടെ 8ാം പദം കാണാനായിട്ട് പോവുകയാണ്. A into R raised to n-1. A എന്ന് പറയുമ്പോൾ 10 into R എന്ന് പറയുമ്പോൾ 3. അപ്പൊ 3 raised to മുകളിൽ വേണം കൊടുക്കാനേ. 3 raised to എക്സ്പോണന്റ് ആണ്, പവർ ആയിട്ട് വേണം എഴുതാൻ. n-1, n 8 അല്ലേ. 8 1 മൈനസ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുക. ഇനി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 3 raised to 8-1 നമുക്ക് ഉടനെ ചെയ്യാലോ. എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഇനി 3 raised to 7 എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 raised to 7 വെച്ചാൽ 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ആ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 2 തവണയായി. 3, 4, 5, 6, 7. 7 ആയില്ലേ? 1, 3, 7 ആയി. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? 3 into 3 9 അല്ലേ. ഇവിടെയും 9 എഴുതാലോ, ഇവിടെയും 9 എഴുതാലോ. 9 into 3 എത്രയാ? 7, 29. അതേ into 3 ചെയ്ത് നോക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ 729 into 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2187 എന്ന് കിട്ടും കേട്ടോ. 2787 എന്ന് കിട്ടും. അപ്പൊ അതേ ഇൻറ്റു ഇനി ഏതും കൂടെ ചെയ്യാനുണ്ട്? ഒരു 10 കൂടെ ചെയ്യാനുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് ആൻസർ വരിക എന്താ? 2187 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇൻറ്റു 10 അല്ലേ, അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഏതാണ്? സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ. അപ്പോൾ 8ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? n 8 ആയിട്ട് എടുക്കുക. ആ തന്നിരിക്കുന്ന സമഗുണിത ശ്രേണിയിൽ ആദ്യത്തെ പദം ഏതാണെന്നുള്ളത് അത് A ആയിട്ട് എടുക്കുക. പിന്നെ അതിന്റെ കോമൺ റേഷ്യോ അല്ലെങ്കിൽ പൊതുഗുണിതം എന്ന് പറയുന്നത് 6 എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം A into R raised to n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഫോർമുലയും കൂടി എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.